എന്നാലും ഇതാരായിരിക്കും? കിരൺ കുറച്ചു നേരം ആലോചനയോടെ നിന്നതിന് ശേഷം അവളുടെ പുറകെ അവനും പുറത്തേക്കിറങ്ങി. പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന അനീഷിൻ്റെയും മുന്നിയുടെയും അടുത്ത ചീരിയോടെ നിൽക്കുന്ന അവളെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അനീഷ് എന്തോ പറഞ്ഞു തിരിഞ്ഞതും കൃഷ്ണയെ തന്നെ നോക്കി നിൽക്കുന്ന കിരണിനെയാണ് കണ്ടത്. ഡാ! അനീഷിനെ വിളിക്കേട്ട് കിരൺ ഒന്ന് ഞെട്ടി. നീ വന്നിട്ട് മിണ്ടാതെ നിൽക്കുവാണോ കിരണേ? ഉണ്ണി കിരണിനെ കണ്ടതും ചോദിച്ചു. അല്ല, ഉണ്ണിയപ്പോൾ വന്നു? സംസാരിക്കുന്നത് ഉണ്ണിയോടാണെങ്കിലും കിരണിൻ്റെ കണ്ണുകളിൽ കൃഷ്ണയുടെ മുഖത്തായിരുന്നു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. പിന്നെ ഇതെൻ്റെ പെങ്ങൾ കൃഷ്ണ, അമ്മയും വന്നിട്ടുണ്ട്. കിരൺ അവളെ നോക്കിന്ന് പുഞ്ചിരിച്ചതും കൃഷ്ണ അവനെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഡി, ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഉണ്ണി അവളെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ഒരു ക്ലാസ് കടനും കളഞ്ഞിട്ട് നിൽക്കുമോ ഇയാൾ? ഓഹോ, അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടോ? അനീഷ് കിരണിനെ നോക്കി അർത്ഥം വെച്ച് ചോദിച്ചു. ഏയ് ഇല്ലളിയ, വന്നപ്പോൾ അറിയാതൊന്ന് ഈ കുട്ടിയുടെ ദേഹത്ത് തട്ടി അതിൻ്റെ കയ്യിലിരുന്ന ക്ലാസ് നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഇല്ല അനീഷേട്ടാ, ഇയാൾ മനഃപൂർവ്വം ഇടിച്ചു തന്നെയാ. കൃഷ്ണേ, ഇയാളെന്നുള്ള വിളി വേണ്ട, ഞങ്ങളുടെ അതേ പ്രായം തന്നെയാണ് കിരണനും, ഉണ്ണി താക്കിയതോടെ പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അവൾ നേരെ അകത്തേക്ക് കയറിപ്പോയി. കിരൺ അവൾ പോകുന്നത് നോക്കി നിന്നു. അനീഷ് കിരണിനെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഉണ്ണി, ഇവനെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ആ, ഇവൻ നമ്മുടെ ചങ്കല്ലേ. ഇവൻ കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ കൂട്ടുകാരനാ. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ജീവനാ. അനീഷിൻ്റെ വാക്കുകൾ കിരണിൻ്റെ കണ്ണ് നനയിച്ചു. എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും ഇവന് വേണ്ടി പെണ്ണ് ചോദിക്കാൻ. ഇവനെ എനിക്കിഷ്ടം അനീഷേ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവനെ പറ്റിയ കൂട്ടായിരിക്കും എൻ്റെ പെങ്ങളെന്ന്. എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അല്ല, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നിന്നെ ഞാൻ എൻ്റെ അളിയനാക്കിയിരിക്കുന്നു കിരണേ, ഉണ്ണി അവനെ ചേർത്ത് നിർത്തി പറഞ്ഞു. ഈശ്വരാ, അവളെങ്ങാനും ഇവനെ വേണ്ടെന്ന് പറയുമോന്നാ എൻ്റെ പേടി. അതൊന്നും ഉണ്ടാവില്ലടാ. എന്നെ കെട്ടിക്കാൻ മുൻകൈയെടുത്ത ആളാ. അപ്പോൾ പിന്നെ ഇവൻ്റെ കാര്യം ഞാനല്ലേ നോക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ സെറ്റായി. ഇനി അടുത്ത പ്ലാനിലേക്ക് പോകാം. കിരണൊന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി അവർ അവനോട് പറഞ്ഞു. എന്നാലും എൻ്റെ അളിയൻ്റെ അച്ഛനാണോ അയാൾ? കൊള്ളാം, അച്ഛനും മോനും ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചത്. ഡാ വേണ്ട, ഉണ്ണി അവനെ വിലക്കി. അച്ഛനായാലും മാരായാലും നെറുകേടിന് കൂട്ടുനിൽക്കില്ല ഞാൻ. അയാൾക്ക് മരണം തന്നെയാണ് അതിനുള്ള ശിക്ഷ. ഉണ്ണി, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. നാളെ ഞാൻ അയാളുടെ അടുത്തേക്ക് പോകുക. ഞാൻ പറയുമ്പോൾ നീ അവളെയും നിന്റെ വീട്ടുകാരെയും കൊണ്ട് അങ്ങോട്ട് വരണം. അനീഷേ, എനിക്ക് നല്ല പേടിയുണ്ട്. ആ രാഘവൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഞാൻ കളിക്കാനിറങ്ങുന്നത്. നിനക്കോ നിന്റെ വീട്ടുകാർക്കോ ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇതെൻ്റെ വാക്കാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണ് അനീഷേ. അതിനുള്ള മറുപടി അവൻ പുഞ്ചിരിയിൽ ഒതുക്കി. അവസാനമായി മല്ലി ആ വീടിൻ്റെ പടി ഇറങ്ങുമ്പോൾ അനീഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇല്ല, ആ മനസ്സിലിപ്പോൾ എനിക്കൊരു സ്ഥാനവുമില്ല. അമ്മയുടെ കൊലയാളി അതായിരിക്കും മനസ്സിൽ. ഒന്നും ഏട്ടനെ അറിയണ്ട എന്ന് ഉണ്ണിയേട്ടനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അവൾ അമ്മയുടെ ചിതയിലേക്ക് ഒന്നുകൂടി നോക്കി. അമ്മേ, എനിക്ക് മാപ്പ് തരില്ലേ? ഞാൻ വാക്ക് തന്നതാ അമ്മയുടെ മകനെ തനിച്ചാക്കില്ലെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ആ വാക്ക് തെറ്റിക്കുക. ഞാൻ പോയേ മതിയാകൂ. ഞാൻ ഇവിടെ നിന്നാൽ ഏട്ടന് ചിലപ്പോൾ അച്ഛനെ കിട്ടില്ല. ഒന്നെങ്കിൽ എനിക്ക് വേണ്ടി അച്ഛനെ ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ പോയാൽ ഏട്ടൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകും, അവിടെ സുഖമായി ജീവിക്കും. അവൾ യാത്ര ചോദിക്കും പോലെ അവൻ്റെ മുഖത്തേക്ക് നിന്ന് നോക്കിയതിന് ശേഷം കൃഷ്ണയുടെ കൂടെ കാറിലേക്ക് കയറി. ഉണ്ണിയും അമ്മയും കാറിലേക്ക് കയറിയതും കാർ പതിയെ മുന്നോട്ട് നീങ്ങി. അനീഷ് ഉള്ളിൽ വന്ന സങ്കടം അടക്കിപ്പിടിച്ച് നിന്നു. കാർ അകന്ന് പോകുന്തോറും അവന് വല്ലാത്ത ശൂന്യത തോന്നി. ഇപ്പം നീ എന്നോട് ക്ഷമിക്ക് വേണേ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോൾ നിന്നെ തിരികെ ഞാൻ കൊണ്ടുവരും, എൻ്റെ മാത്രമായിട്ട്. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൻ പതിയെ തുടച്ചു നീക്കി. എന്താളിയത്? മനസ്സിൽ ഇത്രയ്ക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിൽ എല്ലാം പെങ്ങളോട് പറഞ്ഞ് ഇവിടെ നിർത്താമായിരുന്നില്ലേ? അത് പറ്റില്ല കിരണേ. ഇപ്പോൾ അവൾക്കെന്നെ തീരെ വിശ്വാസമില്ല. അവളുടെ വായിൽ നിന്ന് തന്നെ എല്ലാം കേൾക്കാൻ വേണ്ടി ഇന്നലെ പരമാവധി ശ്രമിച്ചു നോക്കി, നടന്നില്ല. അവൾ കരുതിയത് ഇതുവരെ കാണാത്ത എന്നെയും അമ്മയും അന്ന് അന്വേഷിച്ചു വരാത്ത അച്ഛനോട് എനിക്ക് സ്നേഹമാണെന്ന്. ഇന്നലെ ലത ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു. പിന്നെ അവൾ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞോ എന്നും ഒരു സംശയം തോന്നാതിരുന്നില്ല. പറഞ്ഞെന്ന് കൂടി പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയടാ. എനിക്കൊന്ന് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയെന്ന് കരുതി എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞ വാക്കുകൾ, ഞാൻ എങ്ങനെയാടാ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നത്? അതിന് മാത്രം എന്ത് പുണ്യമാടാ അയാൾ ഞങ്ങളോട് ചെയ്തത്? ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എല്ലാം അവളുടെ മുന്നിൽ അഭിനയിച്ചതായിരുന്നു.
പോകാൻ പറഞ്ഞപ്പോൾ അവൾക്കതിന് സമ്മതം. അവൾക്കറിയാം ഇവിടെ നിന്നാൽ അയാൾ ഇനിയും വരുമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ അയാളെ തേടി പോകുമെന്ന്. രണ്ടിലേതായാലും അവളെ അയാൾ കാണും. അവൾക്ക് പേടിയാണ്, എനിക്കത് മനസ്സിലാകും. കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് തന്നെ പോകുവാണ് അളിയാ? നമ്മളിന്ന് ഇറങ്ങുക. ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ടെന്നാ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇനിയെല്ലാം അവിടെ ചെന്നിട്ട് അളിയിൻ്റെ കൂടെ ഞാനും ഉണ്ട്. എന്തിനും ഏതിനും ഇതുവരെ നമ്മൾ ഒരുമിച്ചല്ലേ നിന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി. എല്ലാം നീ ആലോചിച്ചിട്ട് തന്നെയാണോ ആ രാഘവനോടാ കളിക്കാൻ പോകുന്നത്? എല്ലാം ആലോചിച്ചിട്ട് തന്നെ അളിയാ. അയാൾ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടെ, ഞാനുമുണ്ട് ആളിൻ്റെ കൂടെ. മതിടാ, എനിക്ക് വാക്ക് മതി. അനീഷ് കിരണിനെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു. അപ്പോൾ നമ്മൾ കളി തുടങ്ങുവാ. നാരായണ, നീ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. അവനെ ഇവിടെ കൊണ്ടുവന്ന് വാഴിക്കാനാണോ തീരുമാനം? രാഘവ, അവനെൻ്റെ മകനാണ്, അതിലെനിക്കൊരു സംശയവുമില്ല. അവസാന കാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? സ്വത്തിനു വേണ്ടി എല്ലാവരും കിടന്ന് കടിപിടി കൂടുന്നതിനേക്കാളും ഇതല്ലേ നല്ലത്. ഇനി എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. ഓഹോ, അപ്പോൾ സ്വന്തം മകനെ കണ്ടപ്പോൾ ഇവനങ്ങ് അലിഞ്ഞുപോയി. ഇങ്ങനെ പോയാൽ ഇവൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഒറ്റയടിക്ക് അനീഷിന് കിട്ടും. ഞാനിതുവരെ ഇവൻ്റെ കൂടെ നിന്നത് വെറുതെയാകും. അങ്ങനെ വരാൻ പാടില്ല. രാഘവൻ മനസ്സിലെന്തൊക്കെയോ കണക്ക് കൂട്ടി. എല്ലാം നിന്റെ തീരുമാനം. നാളൊരു സമയം അവൻ നിനക്കൊരു ശല്യമാകരുത്. പിന്നെ നാരായണ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കൊന്നും തോന്നരുത്. നീ കാര്യം പറയടാ. നീ എന്ത് പറഞ്ഞാലും എനിക്കത് ശരി തന്നെ. ഇപ്പം നിനക്കൊരു മകനുണ്ടല്ലോ, അവനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിച്ചാലോ? അതാകുമ്പോൾ നീ പറയും പോലെ എല്ലാം നമ്മുടെ കാൽ കീഴിൽ തന്നെ കാണും. രാഘവൻ മനസ്സിലൊന്ന് കണക്ക് കൂട്ടി പറഞ്ഞു. അതിനവൻ കല്യാണം കഴിച്ചെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ പേരിനല്ലേടാ. അവൻ്റെ കൂടെ അവളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? കയ്യിൽ കിട്ടിയാൽ പിന്നെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് അവളെങ്ങ് തീർക്കാലോ. പിന്നെ എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അവളെ കൊണ്ട് അവനെ വളച്ചെടുക്കുന്ന കാര്യം ഞാനേറ്റു. അതിന് അവൻ സമ്മതിക്കുമോ? ആ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. അവനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എല്ലാം നിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. നിന്റെ മകൾ തന്നെയാണ് എൻ്റെ മരുമകൾ. വൃന്ദാവനത്തിൻ്റെ ഗേറ്റ് കടന്ന് അനീഷിൻ്റെ വണ്ടി അകത്തേക്ക് കയറി. വണ്ടിയിൽ നിന്ന് മനുഷ്യം കിരണം പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ പൊന്നളിയ, ഇത് വീടോ കൊട്ടാരോ? കിരണേ, ഇത് ഒരു വിയർപ്പിൻ്റെ അധ്വാനമാണ്. അത് അവകാശിയുടെ കൈകളിൽ തന്നെ എത്തിച്ചേരണം, എന്നാലേ അതിനൊരു ഭംഗിയുണ്ടാകൂ. അനീഷ് കിരണിനെ നോക്കി പറഞ്ഞു. ശരിയാളിയ, ഉണ്ണി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഓരോ ചുവടും സൂക്ഷിച്ചു വേണം വയ്ക്കാൻ. നിനക്ക് ഓർമ്മയുണ്ടോ കിരണേ? അന്നത്തെ ആ രാത്രി. അവൻ അന്നത്തെ രാത്രിയിലേക്ക് ഒന്ന് പോയി. ഇന്നിവിടെ വന്ന് നിൽക്കുന്നതിന് കാരണവും ആ രാത്രിയാണ്. മല്ലീൻ്റെ കൈകളിലേക്ക് വന്നതും അന്നത്തെ ആ രാത്രിയാണ്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ നമ്മൾ വന്ന് നിൽക്കില്ലായിരുന്നു. പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് നാരായണൻ പുറത്തേക്ക് ഇറങ്ങി. അളിയൻ്റെ അച്ഛൻ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നില്ലേ? കിരൺ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ കിരണിനെ ഒന്ന് നോക്കി. ഇവനിത് എന്ത് കോപ്പായി പറയുന്നേ? നമ്മൾ ഈ സിനിമയിലും സീരിയലിലുമൊക്കെ കണ്ടിട്ടില്ലേ, ആദ്യമായിട്ട് അച്ഛനെയും അമ്മയെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. പോടാ. ആളിനുമ്മ വയ്ക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ. അനീഷ് മുന്നോട്ട് നടന്ന് രാഘവൻ്റെ അടുത്തായി വന്നു നിന്നു. അച്ഛനും മകനും മുഖത്തോട് മുഖം നോക്കി. കൊള്ളാം, ഒരു BGM കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഗുമ്മുണ്ടായേനെ. കിരൺ മനസ്സിലോർത്തു. ഇത്ര ധൈര്യത്തോടെ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണമെങ്കിൽ അത് ഈ ലോകത്തൊരാൾക്ക് മാത്രമേ കഴിയൂ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയാൾ കൈ നീട്ടി അനീഷിൻ്റെ തോളിലായി പിടിച്ചു. മോനെ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. എൻ്റെ അച്ഛൻ. ചോരയെ തിരിച്ചറിയാൻ വലിയ പാടൊന്നുമില്ലല്ലോ. വാടാ. അയാൾ അവനെ ചേർത്ത് പിടിച്ചു. ഇത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ ഇവിടെ കാണും. നാരായണൻ്റെ നോട്ടം കിരണിലേക്ക് ആണെന്ന് കണ്ടതും അനീഷ് പറഞ്ഞു. അതൊക്കെ നിൻ്റെ ഇഷ്ടം, എനിക്ക് നീ മാത്രം മതി. നീ അച്ഛനെ തേടി വന്നല്ലോ. സേതു പോയല്ലേ, ഞാൻ അറിഞ്ഞു. എന്നിട്ടാണോ എൻ്റെ അമ്മയൊന്ന് തിരിഞ്ഞു നോക്കാത്തത്? മരവിച്ച് കിടക്കുന്ന അവളെ കാണാൻ എനിക്ക് വയ്യടാ, ഞാൻ തകർന്നു പോകും. നാരായണൻ സങ്കടമുഖത്ത് വരുത്തി പറഞ്ഞു. എന്താ അഭിനയം? കിരണൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. നീ കണ്ടോ, ഇത് നിന്റെ വീടാ, നിന്റെ സ്വന്തം. നീ ഇനി ആ കുടിസ് വീട്ടിൽ നിന്നും ഇനി എന്നും രാജാവിനെ പോലെ ഇവിടെയാണ് കഴിയാൻ പോണത്. ഇനി നിന്റെ ആ ഡ്രൈവിംഗ് ജോലിയൊന്നും വേണ്ട. അത് കളഞ്ഞിട്ട് എൻ്റെ ഫിനാൻസ് സ്ഥാപനങ്ങളൊക്കെ നീ നോക്കി നടത്തണം. വന്ന വഴി മറക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. അത് മറക്കണമെന്നല്ല മോനെ പറഞ്ഞത്. അതിന് വേണ്ട, നീ ഇവിടെ വേണം എന്നും എൻ്റെ കൺവെട്ടത്ത്. അതുണ്ടാക്കും അച്ഛാ. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് അച്ഛനെ തേടി വന്നത്. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ അറിഞ്ഞത്. നിന്റെ ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ഇല്ല അച്ഛാ, ഞാനും അവളുമായി ചെറുതായിട്ടൊന്ന് പിണങ്ങി. ആരോരുമില്ലാതെ അനാഥാലയത്തിൽ കഴിഞ്ഞവൾക്ക് ഞാനൊരു ജീവിതം കൊടുത്തു. അതിപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുക.
നന്നായി മോനെ, ഇനി നിനക്ക് അവൾ വേണ്ട. എൻ്റെ മോൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു പെണ്ണിനെ ഈ അച്ഛൻ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. എൻ്റെ ജോലി കുറച്ച് കുറഞ്ഞു കിട്ടി. നാരായണൻ മനസ്സിൽ ഊറിച്ചിരിച്ച് മുഖത്ത് സങ്കടം വരുത്തി. പിന്നെ നീ കുറെ ഉണ്ടാക്കും. അതിനു മുന്നേ മകൻ്റെ കൈകൊണ്ട് ചാവാതെ നോക്കിക്കോ പന്നക്കിളവ. കിരൺ ആത്മഗതം പറഞ്ഞു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലെങ്കിലേ, ഞാനൊന്നും പറഞ്ഞില്ല. സത്യം പറയട്ടെ, ഞാൻ നിങ്ങളെ സ്നേഹം കണ്ട് മതി മറന്നങ്ങ് നിൽക്കുമായിരുന്നു. എന്ത് ചേർച്ച രണ്ടുപേരും. അച്ഛനെ വരച്ചു വെച്ച പോലെയല്ലേ മകനും. ആ, ഇത്രയും നാളും അച്ഛനില്ലെന്നുള്ള സങ്കടത്തിൽ കഴിയുമായിരുന്നു എൻ്റെ അളിയൻ. ഇനിയെങ്കിലും ഒന്ന് സന്തോഷം മതിയായിരുന്നു. കിരൺ സങ്കടത്തോടെ കണ്ണു തുടച്ചു. കൊള്ളാം മോനെ, കൂട്ടുകാരായാൽ ഇങ്ങനെ വേണം. നിന്നെ എനിക്കിഷ്ടായി. വാ മോനെ, നമുക്ക് അകത്തേക്ക് പോകാം. അയാൾ അവരെയും കൂട്ടി അകത്തേക്ക് കയറി. വീടിനകം കണ്ടതും കിരണിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും വലിയ വീടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇത് വച്ചവനെ സമ്മതിക്കണം. ഇതിൻ്റെ അവകാശി ആരാണോ എന്തോ. ഇവിടെയുള്ള ഏത് റൂം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ വീടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി വല്ലതും കഴിക്കും. അപ്പോഴേക്കും ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഗീതേ, അയാൾ അടുക്കളയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. നാരായണൻ്റെ വിളക്കിട്ട് ഗീത അടുക്കളയിൽ നിന്നും തല നീട്ടി നോക്കി. ഇത് എൻ്റെ മകനാ. ഇവൻ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തോണം, കേട്ടല്ലോ. ഗീത അനുസരണയോടെ തലയാട്ടി. ചെല്ലടാ. അയാൾ അവനെ നോക്കിന്ന് ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ പെണ്ണിൻ്റെ ഗീതമ്മ, ഈ വീടിൻ്റെ അവകാശി. ഇയാളെ സഹിക്കുന്ന പാട് എനിക്കറിയാം. അപ്പോഴാ ഇവിടുന്ന് മകനെന്ന് പറഞ്ഞ് ഒരെണ്ണത്തിനെ കൂടെ കെട്ടിയെടുത്തേക്കുന്നേ. ഇനി ഇവൻ്റെ ഉദ്ദേശം എന്തായിരിക്കുമോ എന്തോ. എല്ലാം എനിക്കിട്ടാണല്ലോ സഹിക്കുക തന്നെ. ഈ പാതാളത്തിൽ നിന്നും ഒരു മോചനം എനിക്കിനി കിട്ടില്ലല്ലോ ഈശ്വരാ. പറഞ്ഞു തിരിഞ്ഞതും വാതിൽക്കൽ കൈയും കെട്ടി നിൽക്കുന്ന അനീഷിനെ കണ്ട് ഗീത ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞതെല്ലാം ഇവൻ കേട്ടോന്നാ തോന്നുന്നേ. ശരിക്കും ഇനി ഇവൻ അയാളുടെ മകനാണെങ്കിൽ എന്നെ ജീവനോടെ അയാൾ കത്തിക്കും, അത് ഉറപ്പാ. അല്ലേ ഗീതമ്മ, എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിന്ന് പിറുപിറുക്കുന്നേ? അനീഷ് ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചു. അല്ല, എന്താ ഇപ്പോൾ എന്നെ വിളിച്ചേ? ഗീതമ്മോന്ന്. എന്താ എനിക്കങ്ങനെ വിളിച്ചൂടെ? വിളിക്കാം, നിങ്ങൾക്ക് എന്ത് വേണോ വിളിക്കാലോ. അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം മല്ലിയുടെ മുഖം ഗീതമ്മയുടെ മനസ്സിലേക്ക് ഓടി വന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണാതെ തിരിഞ്ഞു തുടച്ചു നീക്കി. ഗീതമ്മ ഇവിടെ തന്നെയാണ് താമസം? അല്ല കുഞ്ഞെ, എനിക്ക് അപ്പുറത്തൊരു വീടുണ്ട്, അവിടെയാ. ഒറ്റയ്ക്കാണോ? എനിക്കൊരു മകളുണ്ട്. അവളിപ്പോൾ ഇവിടെ ഇല്ല, ഹോസ്റ്റലിലാണ്. എനിക്ക് കടപ്പത്തിൽ നല്ലൊരു ചായ വേണം. ഇപ്പം തരാം കുഞ്ഞെ, ഞാൻ പുറത്തുണ്ടാകും. ഗീതയൊന്ന് തലയാട്ടി. ആ പിന്നെ, നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു. അനീഷ ഗീതയുടെ അടുത്തേക്ക് ചെന്ന് പതിയെ ചെവിയിലായി പറഞ്ഞു. ഗീത ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തിരിക്കൊന്ന് കണ്ണടച്ച് കാണിച്ച് പുറത്തേക്ക് പോയി. ഇനി എന്തൊക്കെ കാണണം എൻ്റെ ഭഗവാനെ? ഗീത നെഞ്ചിലെന്ന് കൈവച്ച് ചോദിച്ചു പോയി.